Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഷൻ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തു. സോ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഓക്കെ, ഞാനൊരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് നോക്ക്. 0 മീറ്ററിലാണ് ആ ടൈം, ഞാൻ 0 സെക്കൻഡ് എടുത്തു. സാധാരണ ഫിസിക്സിൽ നമ്മളൊരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈമും 0 സെക്കൻഡായിട്ട് എടുക്കുക. അതുപോലെ ആ സ്റ്റാർട്ടിങ് പൊസിഷൻ 0 മീറ്റർ ആയിട്ട് എടുക്കും. നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, പക്ഷെ നോർമലി നമ്മൾ സാധാരണ എടുക്കുന്നത് അങ്ങനെ. ഏതൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈം 0 സെക്കൻഡ്. ഓക്കെ, 0 സെക്കൻഡിൽ 0 മീറ്ററിലാണ്. ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. അടുത്ത 4 സെക്കൻഡിൽ 20 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. അടുത്ത 6 സെക്കൻഡിൽ 30 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 4 സെക്കൻഡിൽ 20 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 6 സെക്കൻഡ് എത്തിയപ്പോൾ ഒറിജിനിൽ നിന്ന് 30 മീറ്ററിലെത്തി. ഞാൻ ഓരോ ഇൻ്റർവെല്ലിലെയും വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഇവിടെ 10 മീറ്റർ ഡിവൈഡ് ബൈ ടൈം എത്ര എടുത്തു 2 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തൊരു ടൈം ഇൻ്റർവെൽ നമുക്ക് 2 സെക്കൻഡ് 4 സെക്കൻഡ്, അപ്പോൾ എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡാണ്. 10 മീറ്ററിന് 20 മീറ്റർ. സോ അഗെയിൻ ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് 20 മൈനസ് 10 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തൊരു ഇൻ്റർവെൽ നോക്കി 4 സെക്കൻഡ് ടു 6 സെക്കൻഡ്, എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡാണ്. 20 മീറ്റർ ടു 30 മീറ്റർ, എത്ര മീറ്ററാണ്? 10 മീറ്റർ. സോ 10 ബൈ 2, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ? ഒരേ യൂണിഫോം വെലോസിറ്റിയാണ്. എന്താ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഒബ്ജക്റ്റിന് ഉണ്ടായതെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് ഏത് വെലോസിറ്റി എന്ന് പറയാം? യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. അതിന് തന്നെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇഫ് ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ടൈം ഇൻ്റർവെല്ലിൽ ഇപ്പോൾ 1 സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ 0.5 സെക്കൻഡ് ആവാം, ഓരോ ഈക്വൽ ഇൻ്റർവെല്ലിലും ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. അത് നിങ്ങളുടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ 1 സെക്കൻഡിൽ 1 മീറ്റർ ട്രാവൽ ചെയ്യുന്നു, അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ ട്രാവൽ ചെയ്യുന്നു, അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എങ്ങനെ ആയിരിക്കും? ഒരേ സ്പീഡായിരിക്കും, അല്ലെങ്കിൽ ഒരേ വെലോസിറ്റി ആയിരിക്കും. അതാണ് യൂണിഫോം വെലോസിറ്റി. എന്നാൽ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ മിക്കവാറും എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിന് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്മൾ പോകുമ്പോൾ കയറുമ്പോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുക. വെലോസിറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയും 0 ആണ്. പിന്നെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി ഇങ്ങനെ കൂടി 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 വരും. എന്നിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തി കഴിഞ്ഞാൽ പിന്നെ യൂണിഫോമായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി സ്പീഡ് കുറഞ്ഞ് 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 0 ആകും. ഇങ്ങനെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയും. ആക്സിലറേഷൻ ഈസ് ദി വെലോസിറ്റി ചേഞ്ച് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടായി, അതാണ് ആക്സിലറേഷൻ. ഇപ്പോൾ നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു, ബൈക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തോ പിടിച്ച് തിരിക്കണം. ആ തിരിക്കുന്ന സാധനത്തെ എന്താ വിളിക്കുക? ആക്സിലറേറ്റർ എന്ന് പറയാം. അത് കൊടുക്കുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി, അതിലിങ്ങനെ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നാലോ സ്പീഡ് കൂടി 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 പോകും. ഏതുവരെ പോകുന്നവരോ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്, അതുവരെ പോകും. ഓരോ ഇപ്പോൾ നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഓടാൻ പറ്റുന്ന സ്പീഡില്ലേ, അതേപോലെ ബൈക്കിനൊരു കപ്പാസിറ്റി ഉണ്ട്, അതുവരെ പോകും. പക്ഷെ അതുവരെ എന്ത് ചെയ്യും? സ്പീഡ് ഇങ്ങനെ കൂടി 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 വരും. ദിസ് ഇൻക്രീസിങ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. ഇനി ട്രെയിനിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുക?
സ്പീഡിൽ പോയത് കുറഞ്ഞു വരും. ദിസ് ഡിക്രീസിങ് വെലോസിറ്റി ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. രണ്ടും ആക്സിലറേഷൻ തന്നെയാണ്. വെലോസിറ്റി ചേഞ്ച് ആണ് രണ്ടും. ഒന്ന് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്, അതിന് നമ്മൾ പറയുന്നത് ആക്സിലറേഷൻ എന്നാണ്. മറ്റേ വെലോസിറ്റി ചേഞ്ച് എന്താ? വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, അതിന് വിളിക്കുന്ന പേര് റിട്ടാർഡേഷൻ. കാരണം അവിടെ നമ്മൾ ആക്സിലറേഷൻ കണ്ട നെഗറ്റീവ് ആക്സിലറേഷൻ കിട്ടുക. ഈ നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഓക്കെ, യെസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെൻറ്റ് സമയത്തുള്ള വെലോസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി നോക്കിയാൽ തന്നെ അറിയാം, ആദ്യം 0 ആയിരുന്നു, ഒരു സെക്കൻഡ് ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആയി, അടുത്തൊരു സെക്കൻഡ് എത്തിയപ്പോൾ 2 സെക്കൻഡ് എത്തിയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയി, അടുത്തൊരു സെക്കൻഡ് 3 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നതാണ് വരച്ചുള്ളത്. അപ്പോൾ ഇതൊരു ആക്സിലറേറ്റഡ് ബോഡിയാണ്. ഇതിൻ്റെ ഓരോ ടൈമിലുള്ള ആക്സിലറേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്ക്, ഇവിടുത്തെ ആക്സിലറേഷൻ A ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. 5 - 0 എത്ര ടൈം എടുത്തു? 1 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തൊരു ഇൻ്റർവെൽ നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ടൈം? 1 സെക്കൻഡ്. എത്ര ചേഞ്ച് ഉണ്ടായി? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇത് 1 സെക്കൻഡിൽ 2 സെക്കൻഡിലേക്ക് 1 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചേഞ്ച് നോക്ക്, 10ൽ നിന്ന് 15 ആയി ഒരു സെക്കൻഡ് കൊണ്ട്. അപ്പോൾ എത്ര ചേഞ്ച്? 15 - 10 ബൈ 1. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെ ആക്സിലറേഷൻ നോക്കിയേ. ഫസ്റ്റത്തെ 1 സെക്കൻഡിൽ വെലോസിറ്റി ചേഞ്ച് 5 ആയിരുന്നു, വീണ്ടും വെലോസിറ്റി ചേഞ്ച് 5 ആയി, അടുത്ത് വീണ്ടും വെലോസിറ്റി ചേഞ്ച് 5 ആയി. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആക്സിലറേഷൻ എന്താ? ഒരേ ആക്സിലറേഷൻ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരേ ആക്സിലറേഷനാണ്. ഇതിന് വിളിക്കുന്ന പേര് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ഒക്കെ യൂണിഫോം ആക്സിലറേഷനാണ്. ഒരേ ആക്സിലറേഷനാണ്. ഒരേ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കൃത്യമായ ടൈം ഇൻ്റർവെല്ലിലും വെലോസിറ്റി ചേഞ്ച് ഈക്വൽ ആയിരിക്കും. ഒരേ വെലോസിറ്റി അല്ല, വെലോസിറ്റി ചേഞ്ച്. ഇപ്പോൾ ആദ്യം 5 10 ആയി, അടുത്ത് 10 15 ആയി, 15 20 ആയി, അടുത്ത് 20 എന്താവും? 25. 5 വെച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ എങ്കിലോ, ഇപ്പോൾ നിങ്ങൾക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ് നിങ്ങൾ പോകുന്നത് വിചാരിക്കും. സപ്പോസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ്, നിങ്ങളുടെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ആദ്യത്തെ ഒരു സെക്കൻഡിൽ നിങ്ങൾ 2 മീറ്റർ ട്രാവൽ ചെയ്യും, അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും 2 കൂടണം, വെലോസിറ്റി കൂടണം. അപ്പോൾ അടുത്തൊരു സെക്കൻഡിൽ മാത്രം നിങ്ങൾ 4 മീറ്റർ ട്രാവൽ ചെയ്യണം, അടുത്തൊരു സെക്കൻഡ് വീണ്ടും 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടണം. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിലാണ്, 6 മീറ്റർ കവർ ചെയ്യണം. അടുത്തൊരു സെക്കൻഡ് എത്തുമ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം നിങ്ങളുടെ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്കൻഡിൽ മാത്രം 8 മീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഓടുകയായിരിക്കും, പിന്നെ നന്നായിട്ട് ഓടണം, പിന്നെ പറക്കേണ്ടി വരും. അതാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഓരോ സെക്കൻഡിലും വെലോസിറ്റി ഇങ്ങനെ കൂടി വരിക. ഓക്കെ, യെസ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി by time. Change in velocity by time taken for that change. So change in velocity by time. Unit and the velocity unit meter per second, time in second, so meter per second square. Okay.
നമുക്കൊരു ജനറൽ എക്സാമ്പിൾ പറയാം. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷൻ എയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ. ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് u meter per second. After a small time t second, its velocity becomes v meter per second. ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ഞാൻ പറയുന്നത്, നമ്മൾ കാണുമ്പോൾ അതിന്റെ വെലോസിറ്റി യു മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. കുറച്ച് സമയം കഴിഞ്ഞു, എത്ര സമയം കഴിഞ്ഞു? ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി വി മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. യൂണിഫോം ആക്സിലറേഷനുള്ള ബോഡി. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. എങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി മൈനസ് യു by time taken. So a equal to v minus u by, so acceleration equal to v minus u by t. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ലീനിയർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓർ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇക്വേഷൻസ് ഓഫ് മോഷൻ. Listen here. Consider a body moving with uniform acceleration a. Its initial velocity is u meter per second. After time t second, it attains a velocity v meter per second. സാധാരണ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ടും ഫൈനൽ വെലോസിറ്റി വി ആയിട്ടാണ് ഈ ഫസ്റ്റ് ഇയറിലൂടെ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ v0 ആൻഡ് v അങ്ങനെ ഉണ്ടാവും. അത് ഏത് വേണം നിങ്ങൾക്ക് സ്വീകരിക്കാം. യു ആണ് ഇനിഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി ആണ്, ടൈം ടേക്കൺ ടി ആണ്. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. എങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, വി മൈനസ് യു ബൈ ടൈം. ഫ്രം ദിസ് ഇക്വേഷൻ ടി ഇങ്ങോട്ട് വന്നു വിചാരിക്കുക. സോ വി മൈനസ് യു ബൈ ടി എന്നുള്ള ഇൻറ്റു ടി ആവും, എ ടി. വി ഈക്വൽ ടു മൈനസ് യു അപ്പുറത്തേക്ക് പോകുമ്പോൾ plus u plus at. v equal to u plus at. This equation is known as first equation of motion. v equal to u plus at. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, യു അറിയാം, ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കണോ? യൂണിഫോം ആക്സിലറേഷൻ അറിയാമെങ്കിൽ ടി സെക്കൻഡോ, അത് ഇത്രാമത്തെ സെക്കൻഡ്, 10 സെക്കൻഡുകൾ കൊണ്ട് എത്ര വെലോസിറ്റി ആയി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ അത്. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇത്ര ആയിരുന്നു, അതിന് ഇത്ര ആക്സിലറേഷൻ കൊടുത്തു, അപ്പോൾ ഇത്ര ടൈം കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഫ്ലൈറ്റ് പറത്തുന്നതും റോക്കറ്റൊക്കെ പറപ്പിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ വെലോസിറ്റി ഇത്രയാണ്, എർത്തിന് ഇത്ര അട്രാക്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഇത്രയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഇത്ര സെക്കൻഡ് കൊണ്ട് ഇത്ര സ്ഥലത്ത് എത്താൻ പറ്റുന്ന പറയാൻ പറ്റുന്ന വലിയ വിലയുള്ളൊരു ഇക്വേഷനാണ്. നമ്മൾ സിമ്പിളായിട്ട് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കാണണ്ട. ഒരുപാട് എഞ്ചിനീയറിങ്ങിലും ഒരുപാട് വെഹിക്കിളുടെ മൂവ്മെൻറ്റിലും ഒരുപാട് റോക്കറ്റുകളുടെ ഒക്കെ വിക്ഷേപണത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. സെയിം കണ്ടീഷൻ തന്നെ, യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ടൈം ടി ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. അത് യു മീറ്റർ പെർ സെക്കൻഡ്, ടി സെക്കൻഡുകൾ കൊണ്ട് എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. സോ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഒരു യൂണിഫോം ആക്സിലറേഷനിൽ ആവറേജ് വെലോസിറ്റി കാണാൻ ആ രണ്ട് വെലോസിറ്റി ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ ആവറേജ് കണ്ടാൽ മതി. സോ യു പ്ലസ് വി ബൈ 2, ദിസ് ഈസ് ആവറേജ് വെലോസിറ്റി. ഇനി ആക്ച്വലി ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദിസ് ഇക്വേഷൻ? S equal to average velocity into time. What is average velocity? U plus v by 2 into t. ഞാൻ ഈ വിക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v equal to u plus at. ഈ വിക്ക് പകരം ഏത് കൊടുക്കണം? u plus at കൊടുക്കണം.
So that is equal to u plus at by 2 into t. ഇവിടെ ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? u plus u 2u by 2. അപ്പോൾ 2u by 2 എന്ന് പറയുമ്പോൾ u ഉണ്ടാവും ഇൻറ്റു ടി ut ഫസ്റ്റ് ടേം ut പ്ലസ് 80 by 2 into t 80 square by 2 that is half 80 square. So എന്ത് കിട്ടും? s equal to ut plus half 80 square. This equation is known as second equation of motion or displacement time relation. Equation എന്തിനു ഉപയോഗിക്കാം? ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനും അറിയാമെങ്കിൽ ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ആക്സലറേഷൻ എന്താവണം? യൂണിഫോം ആവണം. അല്ലാതെ ആദ്യം കുറേ സ്പീഡ് കൂടി പിന്നെ കുറഞ്ഞു പിന്നെ കൂടി അങ്ങനെ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല. അത് കണ്ടവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതല്ല യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ഇത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. സെയിം സിറ്റുവേഷൻ തന്നെ, യൂണിഫോം ആക്സലറേഷൻ, ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, ആ വെലോസിറ്റി ചേഞ്ചിനെടുത്ത ടൈം t സെക്കൻഡാണ്. സോ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി ഹിയർ? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു u plus v by 2. What is acceleration? Change in velocity, final velocity minus initial velocity by time. From this equation, time equal to v minus u by a. Equation note average velocity u plus v by 2, time v minus u by a. Now equation displacement equal to average velocity into time. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? യു പ്ലസ് വി ബൈ 2. വാട്ട് ഈസ് ടൈം? വി മൈനസ് യു ബൈ എ. ഇത് ശരിക്കും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. വാട്ട് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു v square minus u square by 2a. From this equation, what is v square minus u square? ഇത് ഇങ്ങോട്ട് വരും 2a into s. From this v square equal to u square plus 2as. This equation is known as velocity displacement relation or third equation of motion. ഈ മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് ഇക്വേഷന് തോന്നുള്ളൂ, പക്ഷെ ഇതിൻ്റെ ഒരു ഹയർ ലെവലിൽ പോകുമ്പോൾ ഇതാണ് ശരിക്കും ഈ മോഷൻ്റെ ഒക്കെ ബേസ് ആയിട്ടുള്ള മൂന്ന് ഇക്വേഷൻ. നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിച്ച പോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷനാണത്, വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കുക. നമ്മൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഫിസിക്സ് പഠിച്ച പോലെ +1 +2 പഠിക്കരുത്. നിങ്ങൾ ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാലേ മെമ്മറി നിൽക്കും. ഇപ്പോൾ ഡെറിവേഷൻ്റെ വൃത്തിയാൻ തരാം. മാത്തമാറ്റിക്സിൽ നമ്മളൊരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക ചെയ്യാം. ഫിസിക്സിൽ അങ്ങനെയല്ല, നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഇക്വേഷനിൽ എത്തിക്കുക. അപ്പോൾ ചില സബ്സ്റ്റിറ്റ്യൂഷന് വരും, നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് എത്തിക്കുക ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി നന്നായിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ ബേസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.